STPയുടെ വോട്ട് വേണ്ട എന്ന് പറയുമ്പോൾ വേണമെന്ന് എൻഡോസ് ചെയ്യുന്നില്ല. ഞാൻ വേണമെങ്കിൽ വരികൾക്കിടയിൽ പറയാം, ആരുടെയും വോട്ട് വേണ്ട ഞങ്ങൾ പറയുന്നില്ല എന്ന് വെച്ച് STPയുടെ വോട്ട് വേണമെന്ന് പറയുന്നില്ല. അതൊരു പറഞ്ഞ പോലെ ഡിപ്ലോമാറ്റിക് ലെവൽ വേണമെങ്കിൽ അതിനെ പരിശോധിച്ച് കഴിഞ്ഞാൽ വേണ്ട എന്ന് പറയുന്നു, വേണമെന്ന് പറയുന്നില്ല, സ്വാഭാവികമായി അത് വേണമെന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ STPയുടെ വോട്ട് LDF തേടുന്നതുകൊണ്ട് അല്ലെങ്കിൽ LDFന് കൊടുക്കുന്നതുകൊണ്ട് എന്താണ് തെരഞ്ഞെടുപ്പ് മണ്ഡലത്തിൽ അതിന് വരുന്നൊരു കോട്ടം? അതിന് എന്തിനാണ് ഇത്തരത്തിലൊരു ഡീൽ എന്ന രീതിയിലൊക്കെ അന്ന് വ്യാഖ്യാനിക്കാൻ പോകുന്നത്? കാരണം അവരെ സംബന്ധിച്ചിടത്തോളം BJP വരാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം. സുഹൈൽ, ഇപ്പോൾ നീക്കുപോക്കെന്നാണല്ലോ ഈ പുതിയ കാലത്തെ ധാരണകളെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. അത്തരം നീക്കുപോക്ക് SDPയുമായി ഉണ്ട് എന്ന് തന്നെയാണ്, LDFന് ഉണ്ട്, CPIM നേതൃത്വത്തിനുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് ആധാരമായി ഇന്നിപ്പോൾ നമുക്ക് 2 പേരാണ് പ്രതികരണം നടത്തിയിട്ടുള്ളത്. SDPയുടെ 2 നേതാക്കൾ, ഒന്ന് സംസ്ഥാന പ്രസിഡന്റ് MCA ലത്തീഫും മറ്റൊന്ന് ദേശീയ പ്രസിഡന്റ് MK ഫൈസിയും. 2 പേരുടെയും വാക്കുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും അതിൽ ഈ പറഞ്ഞ ധാരണ അല്ലെങ്കിൽ നീക്കുപോക്ക് ഉണ്ട് എന്നുള്ള കാര്യം. SDPയെ സംബന്ധിച്ച് അവരുടെ കേഡർമാരോട് അവർ എന്ത് നിർദ്ദേശം നൽകിയാലും അത് പാലിക്കുമെന്ന് ദേശീയ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അത് മറ്റ് ഏത് മുന്നണിക്ക് നൽകണം എന്നത് സംബന്ധിച്ചൊക്കെ അവരിനി തീരുമാനമെടുക്കുന്നതേ ഉള്ളൂ എന്നാണ് MK ഫൈസി പറഞ്ഞത്. പക്ഷേ എന്നാൽ പോലും ഇപ്പോൾ നമുക്ക് നേമം മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ അത് പരസ്യമായി തന്നെ പ്രതികരിച്ചിരിക്കുകയാണ്. നേമത്ത് V ശിവൻകുട്ടിക്കായിരിക്കും പിന്തുണ എന്ന കാര്യം. ഈ SDPയുടെ നേതാക്കൾ പറയുന്നത് BJPക്ക് ജയസാധ്യതയുള്ള സ്ഥലങ്ങളിൽ 2ാം സ്ഥാനത്ത് ആരാണോ വരിക ആ സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കും എന്നാണ് പറയുന്നത്. മറ്റു മണ്ഡലങ്ങളിൽ ഒരു മുന്നണിക്കായിരിക്കും അവരുടെ പിന്തുണ എന്നാണ്. ആ മുന്നണി ആരായിരിക്കും? അത് ഇപ്പോഴത്തെ ഇതുവരെയുള്ള നിലപാടുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ അത് LDFനായിരിക്കും ആ പിന്തുണ പ്രഖ്യാപിക്കാൻ പോവുക എന്നതാണ്. ഈ ദേശീയ പ്രസിഡന്റ് തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഈ ഞങ്ങളുടെ ഈ കമ്മിറ്റികൾ ആ കമ്മിറ്റികളുടെ ഘടനയൊക്കെ ആ ഘടന പ്രകാരം താഴെത്തട്ടിലേക്ക് ഒരു നിർദ്ദേശം കൊടുത്താൽ ആ നിർദ്ദേശം പൂർണ്ണമായും ഞങ്ങളുടെ പ്രവർത്തകർ പാലിക്കുമെന്നാണ് MK ഫൈസി പറഞ്ഞിട്ടുള്ളത്. മഞ്ചേശ്വരത്തിൻ്റെ കാര്യത്തിൽ ചെറിയ ഒരു ഭിന്നത SDPയിൽ തന്നെയുണ്ട്. മഞ്ചേശ്വരത്ത് BJPക്ക് ജയസാധ്യതയുള്ളതിനാൽ അവിടെ SDPയുടെ സ്ഥാനാർത്ഥിയെ വലിയ സമ്മർദ്ദത്തെ തുടർന്നാണ് പിൻവലിച്ചത്. പക്ഷേ ഇപ്പോഴും അവിടെയുള്ള പ്രാദേശിക ഘടകം SDPയുടെ പ്രാദേശിക പ്രവർത്തകരൊക്കെ അങ്ങനെ BJPയെ പിന്തുണയ്ക്കേണ്ടതില്ല എന്ന ഒരു നിലപാടുകാരാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടെ UDFനെ പിന്തുണയ്ക്കേണ്ടതില്ല എന്നാണ്. അതായത് BJP ജയിച്ചു വന്നാലും അത് SDPയുടെ ചെലവിലേക്ക് എഴുതിത്തള്ളേണ്ടതില്ല. അതിന് ചില വ്യാഖ്യാനങ്ങളൊക്കെ അവർ ഇന്ന് പ്രസാധകനിലൊക്കെ നൽകിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ അത് പ്രാദേശികമായ അവിടുത്തെ ഈ മുസ്ലിം ലീഗിൻ്റെയും SDPയുടെയും പ്രവർത്തകർ തമ്മിലുള്ള ഭിന്നതയുടെ അടിസ്ഥാനത്തിലുള്ള കാര്യം മാത്രമാണ്. പക്ഷേ പ്രാദേശിക തലത്തിലുള്ള കാര്യങ്ങൾ മാത്രമല്ലല്ലോ ഈ SDPയെ സംബന്ധിച്ച് നോക്കേണ്ടത്. ആ നിലയിൽ ഒരു BJP വിരുദ്ധ കർശന നിലപാട് സ്വീകരിക്കേണ്ട പാർട്ടിയാണ് അത്. ഈ നിലയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴും CPIM ജനറൽ സെക്രട്ടറി ഇങ്ങനെ പറഞ്ഞില്ലേ, മറ്റൊരു നേതാവ് ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, അതായത് SDP വർഗീയ സംഘടനകളുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് പറയുമ്പോഴും ഈ തെരഞ്ഞെടുപ്പിൽ ക്യാപ്റ്റൻ എന്ന വിശേഷണത്തോടു കൂടി നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ SDPയുടെ വോട്ട് വേണ്ട എന്നുള്ള കാര്യം ആവർത്തിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.